വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ സോൾട്ട് ആൻഡ് പേപ്പർ. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എൻ്റെ ചാനൽ പുതിയതായിട്ടാണെങ്കിൽ എൻ്റെ പേര് റാണി. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ കൂടെ ക്ലിക്ക് ചെയ്യുക. മാജിക് ഫേസ് പാക്ക് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടുന്നതെന്ന് അറിയണ്ടേ നമുക്ക്? എന്നിട്ടല്ലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ. നല്ലൊരു യങ്ങർ ലുക്കിംഗ് സ്കിൻ കിട്ടുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ മുഖത്തുണ്ടാകുന്ന റിങ്കിൾസ്, നമ്മുടെ ഫൈൻ ലൈൻസ്, നമ്മുടെ സ്കിന്ന് സാഗ് ചെയ്യുക. അപ്പൊ നമ്മളിത് ഉപയോഗിക്കുമ്പോഴേക്ക് നമ്മുടെ സ്കിൻ നല്ലതായിട്ട് ടൈറ്റ് ആവും. നമുക്ക് പോർസ് ഒക്കെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കാണുന്നില്ല, ഇങ്ങനെ തൊള്ളതല പോലെ കാണത്തില്ലേ, അതൊക്കെ നന്നായിട്ട് ക്ലോസ് ആവും. എന്ന് വെച്ചാൽ നല്ല മാറ്റം വരും. കംപ്ലീറ്റ്ലി ക്ലോസ് ആവുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നല്ല മാറ്റം വരും. നമ്മൾ റെഗുലർ ആയിട്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഒരു വീക്കിലി 2 to 3 ടൈംസ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല മാറ്റങ്ങൾ വരും. ഒറ്റ ദിവസം കൊണ്ട് ഇത് പോകുന്നതിന് ഒരിക്കലും ഞാൻ നിങ്ങളോട് പറയത്തില്ല. പക്ഷെങ്കിൽ ഒറ്റ ആപ്ലിക്കേഷനിൽ നിങ്ങളുടെ മുഖത്ത് നല്ല മാറ്റം വരും. നല്ല ഗ്ലോയിങ് ആയിരിക്കും, സോഫ്റ്റ് ആയിരിക്കും, നല്ല മോയ്സ്ചർഡ് ആയിരിക്കും. ഡ്രൈ സ്കിന്നിനും അതുപോലെ തന്നെ ഓയിലി സ്കിന്നിനും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒരു ഫേസ് പാക്കാണ് ഇത്. അപ്പൊ നമ്മുടെ ഫേസ് പാക്കിന്റെ ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് എന്താണെന്ന് നമുക്കിത് കണ്ടു നോക്കാം. വേറെ ആരുമല്ല, നമ്മുടെ മുട്ട. നമ്മുടെ പാവപ്പെട്ട കോഴിയുടെ മുട്ട. മുട്ട എന്തായാലും എല്ലാവർക്കും അവൈലബിൾ ആണ്. എല്ലാ വീടുകളിലുള്ള ഒരു സാധനമാണ് കോഴിമുട്ട. കോഴിമുട്ടയ്ക്ക് വരെ നിങ്ങൾക്ക് കാടമുട്ട ഉപയോഗിക്കാം. കാടമുട്ട എന്ന് വെച്ചാൽ സൂപ്പറാണ്, പറയേണ്ട കാര്യമില്ല. ഇതിലും വെരി എഫക്റ്റീവ് ആയിരിക്കും കാടമുട്ട നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ. കേട്ടല്ലോ? അപ്പൊ നമ്മുടെ മുട്ടയ്ക്കകത്ത് നല്ല ഹൈ പ്രോട്ടീൻ ഉണ്ട്. നമ്മൾ ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ആ എക്സസ് ഓയിൽസ് എല്ലാം അങ്ങോട്ട് മാറിയിട്ട് മുഖത്തിന് നല്ല ബ്രൈറ്റനപ്പ് ചെയ്യും. അതുപോലെ തന്നെ സ്കിന്നിന് നല്ലൊരു ലിഫ്റ്റിംഗ് കിട്ടും. ഈ സ്കിന്നൊക്കെ ഇങ്ങനെ സാഗിയായിട്ട് കിടക്കുമ്പോൾ അതിന് നല്ലൊരു ലിഫ്റ്റിംഗ് കിട്ടും. നല്ലൊരു ടൈറ്റൻ സ്കിന്നായിരിക്കും നമുക്ക് ഇത് ഉപയോഗിക്കുന്ന വഴി കിട്ടുന്നത്. ഇനി ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. എന്നിരുന്നാലും മെയിൻ ആയിട്ടുള്ള ഉപയോഗമാണ് ഞാനിന്ന് പറഞ്ഞു തരുന്നത്. കാരണം നമ്മൾ മെയിൻ ആയിട്ടും എയിം ചെയ്ത് നമ്മുടെ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള, എന്ന് വെച്ചാൽ നമുക്കൊരു യങ്ങർ ലുക്കിംഗ് ഒരു സ്കിന്നാണ് നമ്മൾ ഇതുകൊണ്ട് അച്ചീവ് ചെയ്യാൻ പോകുന്നത്. കണ്ടല്ലോ? അതാണ് ആദ്യത്തെ ഇൻഗ്രീഡിയന്റ്. അവനെ നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി അടുത്ത മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഇവരെ കണ്ടിട്ടുണ്ടോ ഇയാളെ? ഇത് നമ്മുടെ അവക്കാഡോ. കണ്ടോ? ഇത് സൂപ്പർ ഡ്യൂപ്പർ ഒരു സാധനമാണ് അവക്കാഡോ. ഇതിനകത്ത് ഫാറ്റി ആസിഡ് കൂടുതൽ അടങ്ങിയിട്ടുണ്ട്, പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ വൈറ്റമിൻ ഇയും നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. നമ്മൾ പുറമെ അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ അതിലും പ്രയോജനമാണ് നമ്മൾ ഉള്ളിലേക്ക് ഇതിനെ കഴിച്ചു കഴിഞ്ഞാൽ. കഴിക്കാൻ സൂപ്പറാണ്. എല്ലാവർക്കും അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനൊരു നട്ട്സിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആണ്. നല്ലൊരു ഓയിലി ഫീല്, നല്ലൊരു ടേസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവക്കാഡോ. എനിക്കിതിനകത്ത് ചിലർ ബട്ടറൊക്കെ തേച്ച് ബട്ടറോടൊക്കെ അപ്ലൈ ചെയ്തിട്ട് കഴിക്കാറുണ്ട്. സാലഡ്സിന്റെ കൂടെ ഒക്കെ കഴിക്കാറുണ്ട് ഈ സംഭവം. പക്ഷെ എനിക്ക് ഇത് പ്ലെയിൻ ആയിട്ട് വെറുതെ കഴിക്കണം എന്ന് പറഞ്ഞാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. അപ്പം ഇതിനകത്തെ ഫാറ്റി ആസിഡ് നമ്മുടെ മുഖത്തുണ്ടാകുന്ന ആ ഡ്രൈനെസ് ഒക്കെ മാറി നല്ല മോയ്സ്ചേർഡ് ആൻഡ് ഗ്ലോയിങ് സ്കിൻ നമുക്ക് കിട്ടും. അതുപോലെ ഇതിനകത്ത് നന്നായിട്ട് പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട്. ഈ പൊട്ടാഷ്യം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതും നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് മോയ്സ്ചർ ചെയ്യും. നല്ല ഒരു ഗ്ലോയിങ് സ്കിന്ന് കിട്ടും. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ എഗ്ഗും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മുഖത്തിന് നല്ലൊരു ലിഫ്റ്റിങ്ങും സ്കിൻ ടൈറ്റനിങ്ങും എല്ലാം കൂടെ കിട്ടും. ഇത് സൂപ്പറാണ്. ഈ അവക്കാഡോ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്താൽ പോലും നിങ്ങൾക്കറിയാം ഇത് നമ്മൾ ക്രീം ഇടുന്ന ഒരു എഫക്റ്റ് ആണ്. ഇത് ഡിസപ്പിയർ ആയപ്പോൾ മുഖത്തുനിന്ന് ഇത് ശക്കല വരെ എമൗണ്ട് എടുത്ത് നന്നായിട്ടൊന്ന് ക്രീമി പരിവാക്കി നമ്മുടെ മുഖത്ത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കേ. ഈ സംഭവം കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മുഖത്തൊന്നും കാണത്തില്ല. അത് നന്നായിട്ട് അങ്ങ് സ്കിൻ അബ്സോർബ് ചെയ്ത് കളയും. അത്രയ്ക്കും സൂപ്പർ സാധനമാണ് ഇത്. പിന്നെ അടങ്ങിയിരിക്കുന്ന ഒരു ഘടകമാണ് വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഫൈൻ ലൈൻസ്, നമ്മുടെ ഇപ്പം നമ്മൾ എപ്പോഴും ചിരിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്നത് ഇതുണ്ട്. ഇവിടെ വരുന്ന ലൈൻസ്, കണ്ണിന്റെ അടിയിൽ നമുക്ക് ഇവിടെ ലൈൻസ് വരും. മുഖത്ത് പ്രായമാകുന്തോറും പല ഭാഗങ്ങളിൽ നമുക്ക് ലൈൻസ് വരും. അപ്പം ആ ലൈൻസ് ഒക്കെ മാറുവാൻ വേണ്ടി നമ്മുടെ റിങ്കിൾസിന്, നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചുളിവുകളൊക്കെ മാറ്റുവാനും ഒരുപാട് സൂപ്പറാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഇ. അപ്പോൾ ഫാറ്റി ആസിഡും വൈറ്റമിൻ ഇയും പൊട്ടാഷ്യം ഉണ്ട്. ഇവരെല്ലാവരും സൂപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് മറക്കാതെ നമ്മുടെ അവക്കാഡോ ചേട്ടനെ ഉപയോഗിക്കുക. അവക്കാഡോ മുഖത്ത് മാത്രമല്ല നിങ്ങൾക്ക് കഴിക്കുവാനും സൂപ്പറാണ്. നമുക്ക് വേണ്ട ആരാന്നറിയാം അടുത്തത്? വേറെ ആരല്ല, നമ്മുടെ സ്വന്തം അലോവേര. കണ്ടോ? നമ്മുടെ സ്വന്തം അലോവേര. ഇത് പാവപ്പെട്ട എൻ്റെ അലോവേര വളരെ തിന്നായിട്ട് നിൽക്കുകയാണ്. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ ഈ അലോവേരനെ എപ്പോഴും മുറികൾക്കുള്ളിൽ തന്നെ വെക്കണം. വീടിന് പുറത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ പണി തീർന്നു. ഇതിന് അധികം ചൂടും പറ്റത്തില്ല, അധികം തണുപ്പും പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം ഇവിടെ അകത്തിരുന്ന സംഭവത്തിനെ ഞാൻ എടുത്ത് പുറത്ത് വെച്ചു. അപ്പൊ എന്ത് പറ്റി? ആ തണുപ്പടിച്ചിട്ട് അത് പതുക്കെ ഷ്രിങ്ക് ആകാൻ തുടങ്ങി. അതിന്റെ ഷേപ്പേ മാറി പാവം. അപ്പൊ ഒന്നുകൂടെ അതിനാകെ ഒരു മെലിച്ചില്ല. ഇനി ഇവനെ ഒന്ന് ശരിക്കൊന്ന് പരിപോഷിപ്പിച്ചെടുക്കണം. പാവം ഉണ്ടല്ലേ? കണ്ടോ? അപ്പം അലോവേരയുടെ ഉപയോഗം എന്ന് വെച്ചാൽ ഒരുപാട് ഉപയോഗങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എൻ്റെ ഒരു ഓർമ്മ വെച്ച് നോക്കുമ്പോൾ ഞാൻ അലോവേര ഈ മരത്തേലൊക്കെ നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പള്ള പിടിച്ചൊക്കെ നിൽക്കുന്ന അലോവേര കണ്ടിട്ടുണ്ട്. ആർത്ത് ഭയങ്കര വലുപ്പത്തിലല്ലേ ലീഫ് നിൽക്കുന്നത്. നമ്മുടെ നാട്ടിലെ അലോവേര ഒന്ന് ഓർത്ത് വയ്ക്കുക. അന്നൊക്കെ ഇതൊക്കെ നല്ലതാന്ന് പറയുമ്പോൾ എന്തോന്ന്
അപ്പം നമ്മുടെ വിചാരം നമുക്ക് കടകളിൽ കിട്ടുന്ന ഷാമ്പു അല്ലെങ്കിൽ മുഖത്ത് തരുന്ന സംഭവങ്ങളൊക്കെ നല്ലെന്ന് അന്ന് വിചാരിച്ചിരുന്നത്. ഈ കുപ്പ കിടക്കുന്ന സാധനമൊക്കെ എന്തിനു കൊള്ളാന്ന് വിചാരിച്ചു. പക്ഷെ ഇന്ന് അതിന്റെ മഹത്വം എല്ലാവരും അറിയുന്നു. ഇന്ന് ടാബ്ലറ്റ് ഫോമില്, ജ്യൂസ്, ജെല്ല്, എന്തിനൊക്കെയാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. ഇപ്പം ഇതിന്റെ ഗുണങ്ങൾ മനുഷ്യർക്ക് മനസ്സിലായി. ശരിക്കും പറഞ്ഞാൽ ഈ ഇംഗ്ലീഷിലൊക്കെ ഏറ്റവും ഗുഡ് നമ്മുടെ ആയുർവേദം അല്ലെങ്കിൽ ഹെർബൽ ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ ആൾക്കാർ മനസ്സിലാക്കിക്കൊണ്ട് വരിക. ശരിക്കും നമ്മൾ ഇത് അറിഞ്ഞുകൊണ്ട് വരുവല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇതിനുള്ള ഉപയോഗം എന്ന് വെച്ചാൽ പറഞ്ഞാൽ തീരത്തില്ല. കട്ടുകൾക്കും ബേൺസിനും സൺബേൺസിനും എന്താ പറയുക, എക്സിമയ്ക്കും സോറിയാസിസ്, എന്തൊക്കെ അസുഖങ്ങൾക്ക് ഇത് നല്ലതെന്നറിയാം. എക്സ്പെഷ്യലി പിമ്പിൾസ്, ചിലപ്പം പിമ്പിൾസ് ഒക്കെ വന്ന് പൊട്ടി വയ്ക്കുന്നവർക്കൊക്കെ ഇത് ജസ്റ്റ് അപ്ലൈ ഒന്ന് ചെയ്ത് കൊടുത്തേ ആ ജെല്ല് ഭാഗത്തേക്ക്. ഇത് ഒത്തിരി നല്ലതാണ്. പാടുകൾ മാറാനും വൂണ്ടുകളൊക്കെ ഹീൽ ചെയ്യാനും എല്ലാത്തിനും നല്ലതാണ് നമ്മുടെ അലോവേര. ഈ അലോവേരയുടെ ജെല്ല് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കിക്കൊണ്ടോ, മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് ഈ സംഭവം അവിടെ കാണത്തില്ല, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും സ്കിൻ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ സൂപ്പറാണ്. ഇനി ഒരു ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്ക് മിച്ചമുണ്ട്. അത് ആരാ നമുക്കൊന്ന് കണ്ടു നോക്കാം. വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം ലെമൺ. നമ്മൾ ലെമൺ ജ്യൂസ് ഉപയോഗിക്കാറുണ്ട്. ചിലർ പറയും ലെമൺ ജ്യൂസ് ഇതിനകത്ത് നന്നായിട്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേക്ക് മുഖം ഡ്രൈ ആവാറുണ്ട്. പക്ഷെ നല്ലൊരു ഗ്ലോയിങ് എഫക്ട് നമുക്ക് സ്കിന്നിന് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഒക്കെ ഒന്ന് എന്നാ പറയുന്നത്, ഫെയ്ഡ് ചെയ്യിക്കും. മനസ്സിലായോ? നമുക്കൊന്നൊരു ബ്രൈറ്റനിൽ തരും സ്കിന്നിന്. ഞാൻ ഇന്ന് പക്ഷെ ഇതിന്റെ ഉപയോഗിക്കാൻ പോകുന്നത്, ഇതിന്റെ ജ്യൂസ് അല്ല ഉപയോഗിക്കാൻ പോകുന്നത്, ഇതിന്റെ സ്കിന്നാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. സാധാരണ ജ്യൂസ് ഉപയോഗിക്കുമ്പോൾ ചിലർക്ക് ഇത് ഇറിറ്റേഷൻ ആയിട്ട് തോന്നാറുണ്ട്, നീറ്റൽ ഉണ്ടാവാറുണ്ട്, ചൊറിച്ചില് പ്രശ്നങ്ങളുണ്ട്. എന്തായാലും നമ്മൾ ഇന്ന് ഉപയോഗിക്കാൻ പോകുന്നത് ഇതിന്റെ സ്കിന്നാണ്. ഇപ്പൊ നമ്മളിന്ന് ഉപയോഗിക്കാൻ പോകുന്നത് ഇതിന്റെ സ്കിന്ന് മാത്രമാണ്. ഇത് നമ്മുടെ സ്കിന്നിനെ അങ്ങോട്ട് ബ്രൈറ്റൻ അപ്പ് ചെയ്യും. നോക്കിക്കോ. അപ്പൊ നമ്മൾ 4 ഇൻഗ്രീഡിയൻസ് ഇന്നത്തെ സൂപ്പർ ഡ്യൂപ്പർ ആണ്. നിങ്ങൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് നല്ല ഭംഗിയാണ്. എസ്പെഷ്യലി നമ്മളൊരു പാർട്ടിക്ക്, ഒരു ഫംഗ്ഷനൊക്കെ പുറത്തൊക്കെ പോകുന്നവരാണ് അപ്ലൈ ചെയ്ത് നോക്കിക്കേ. ഞാൻ പറയുന്നത് കിടുവാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് മാത്രം എന്നോട് പറഞ്ഞാൽ മതി എൻ്റെ അഭിപ്രായം. പക്ഷെങ്കിൽ ഞാൻ ചെയ്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. ഇതിന്റെ ഓരോ ഇൻഗ്രീഡിയൻസ് നിങ്ങൾ എടുത്ത് നോക്കിക്കോ, സൂപ്പറാണ്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്തതെന്ന് കണ്ടാലോ. പാക്കിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്ത് നമുക്കൊന്ന് നോക്കാം. എന്തായാലും ഞാൻ നമ്മുടെ മിക്സിയുടെ ജാറാണ് എടുത്തേക്കുന്നത്. ചെറിയ ജാർ എടുത്തു, കാരണം അധികം എമൗണ്ട് നമുക്ക് എടുക്കാനില്ലല്ലോ. ആദ്യം നമ്മുടെ മുട്ടനെ നമുക്ക് ഇതിനകത്ത് പൊട്ടിച്ചൊഴിക്കാം. ഞാൻ ഇതിന്റെ എഗ്ഗിന്റെ വൈറ്റ് മാത്രമാണ് ഇന്ന് ഉപയോഗിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഇതേണ്ട് ഇത്രയും കിട്ടി. അതിന് ഫുള്ള് വന്നു കേട്ടോ. സാധാരണ ഇങ്ങനെയൊന്നും സംഭവിക്കുന്നതല്ല, എങ്ങനെയോ ഇന്ന് സംഭവിച്ചു പോയതാണ്. അടുത്ത നമുക്ക് വേണ്ടത് നമ്മുടെ അവക്കാഡോ. അവക്കാഡോ നന്നായിട്ട് പഴുത്തായിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം ഇതെന്താ ഇതിൻ്റെ അവസ്ഥയെന്ന്. കുറച്ച് എമൗണ്ട് എനിക്ക് മതി. വാവ്, നോക്കിക്കേ, നമ്മുടെ അവക്കാഡോയെ കണ്ടോ, ഇതിന്റെ സീഡ് കണ്ടോ. എൻ്റെ കൂട്ടുകാർ പറഞ്ഞു, അവൾ കഴിഞ്ഞ ദിവസം ഇതിന്റെ സീഡ് അതിൻ്റെ വിചാരിച്ചു ഇതിനെ ആദ്യം എടുത്ത് കടിച്ചത്, ഇത് കളഞ്ഞിട്ട്. അപ്പൊ നമുക്ക് അധികം എമൗണ്ട് ഒന്നും വേണ്ട, കുറച്ച് മതി. ഇത് നല്ല സോഫ്റ്റ് ആണ്. നിങ്ങൾക്ക് സ്പൂൺ കൊണ്ടാണല്ലോ എടുത്താൽ മതി. ഇത് കണ്ടിട്ട് സത്യം പറഞ്ഞാലോ എനിക്ക് തിന്നാൻ തോന്നുന്നുണ്ട്. ഇത് കുറച്ച് എമൗണ്ട് മാത്രമാണ് നമ്മൾ ഇതിനകത്തോട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. ഇതാ, ഞാൻ നമ്മുടെ അവക്കാഡോയുടെ ഏകദേശം ഒരു 3/4 ഇപ്പൊ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കി ഇച്ചിരി കൂടുതൽ കാണും. ഞാനത് ഫ്രിഡ്ജ് വെക്കാന്ന് വിചാരിക്കുന്നു. ഓക്കെ, കണ്ടല്ലോ. അപ്പൊ നമ്മുടെ എഗ് വൈറ്റ് ആൻഡ് ദെൻ അവക്കാഡോ. ഇനി അടുത്ത് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് നമ്മുടെ അലോവേര. കണ്ടോ, അലോവേരയുടെ ജെല്ല്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു പക്ഷേ ഇതുപോലത്തെ ഒന്നും ആയിരിക്കത്തില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. ഇതിപ്പം പാവം ഞാഞ്ഞൂല് പോലെ ഇരിക്കുന്നതിനെ കണ്ടു കഴിഞ്ഞിട്ട് സാരമില്ല, ഉള്ളാട്ടെ. അപ്പം ഇതിൻ്റെ ജെല്ല് നമ്മൾ എടുക്കുന്നു. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ജെല്ലായിട്ട് വാങ്ങുന്നതിൽ ഒന്നുകൂടെ നല്ല നമ്മുടെ വീട്ടിൽ ഫ്രഷ് ഉണ്ടെങ്കിൽ, എപ്പോഴും ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കല്ലേ നല്ലത്. നിങ്ങൾ നോക്കിക്കേ, നമ്മളിത് ജെല്ല് തന്നെ കയ്യിൽ അപ്ലൈ ചെയ്യുന്നേ. ഇത് ജെല്ല് മാത്രം ഞാൻ ചുമ്മാ നിങ്ങളെ കാണിക്കാൻ അപ്ലൈ ചെയ്യുവാണേ. എത്ര പെട്ടെന്ന് ഇതങ്ങ് അബ്സോർവ് ആണെന്ന് നോക്കിക്കേ. നിങ്ങൾ തന്നെ കണ്ടോണം, കണ്ടോ. അപ്പോൾ സ്കിന്നിന് വരുന്നൊരു മാറ്റം, ഒരു സ്കിന്നിനൊരു നിറവോ ഒരു ബ്രൈറ്റനിങ്ങോ എനിക്കറിയത്തില്ല, നല്ലൊരു ഗ്ലോ. നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. ഇനിയിപ്പോൾ ഞാൻ അടുത്ത് ഉപയോഗിക്കാൻ പോകുന്നത് എന്നാണെന്നറിയാമോ, നമ്മുടെ ലെമണാണ് കേട്ടോ. ലെമണെ നമുക്ക് നന്നായിട്ടൊന്ന് ചുരണ്ടി എടുക്കാം. അതിൻ്റെ പുറത്തെ തൊലി മാത്രം കേട്ടോ. ഇതാ ഇതുപോലെ. എൻ്റെ ആണെങ്കിൽ ആ ചിരണ്ടുന്ന സുനാമണി കാണുന്നില്ല. അത് എവിടെയാണോ ഞാൻ വെച്ചത്, എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. എന്തായാലും നമുക്ക് ഇത് ഉപയോഗിച്ച് നമുക്കൊന്ന് ചിരണ്ടാം. ഇതുപോലെ ചിരണ്ടി എടുക്കാം കേട്ടോ. കണ്ടോ, അതിൻ്റെ സ്കിന്ന് മാത്രം നമുക്ക് അങ്ങനെ ചെയ്താലും കിട്ടത്തുള്ളൂ. കാണാമല്ലോ നിങ്ങൾക്ക്. ഇതുണ്ടോ, സ്കിന്ന് മാത്രം നമുക്ക് കിട്ടുന്നതിൻ്റെ. ഇത് ഏകദേശം നിങ്ങൾക്ക് 1 ടീസ്പൂൺ മതിയാവും. നിങ്ങൾക്ക് അധികം ഒന്നും വേണ്ട കേട്ടോ. 1 ടീസ്പൂൺ ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യം തീരുമാനമായി. അത്ര മതി. നമ്മൾ പറഞ്ഞു കേട്ടില്ലേ, നമ്മളാണെങ്കിൽ ആപ്പിൾ വാങ്ങിച്ചാലും ചിലപ്പോൾ അതിൻ്റെ തൊലി ചെത്തിയിട്ട് കളയും. എപ്പോഴും ഇതിൻ്റെ സ്കിന്നിനാണ് ഗുണം. അതുപോലെ ക്യാരറ്റ് ആണെങ്കിലും നമ്മൾ ചിരണ്ടി കളയരുതെന്നാണ് പറയുന്നത്. അതിൻ്റെ തൊലി നന്നായിട്ട് കഴുകിയെടുക്കണം എന്നാണ് പറയുന്നത്. കാരണം അതിലാണ് അതിൻ്റെ ഗുണം ഇരിക്കുന്നത്.
എന്ന് പറയുന്ന പോലെ നമ്മുടെ ലെമണിൻ്റെ സ്കിന്ന് നമ്മൾ എടുക്കുന്നു. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാവരും തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്തതെന്ന് അറിയണ്ടേ? ഇവരെ എല്ലാവരും കൂടെ കൊണ്ടുപോയിട്ടൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാനിത് അരച്ചുകൊണ്ട് വന്നേക്കാണ്. ഇത് കണ്ടോ നിങ്ങൾ? കണ്ടോ? നല്ല ക്രീമി ആയിട്ടാണ് ഇതിരിക്കുന്നത്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ക്രീം പോലെ എന്ത് ഭംഗിയിലായിരിക്കും നോക്കിയാൽ. ഇതുപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് അബ്സോർബ് ആയി പോകും. കണ്ടോ എന്നാ ഭംഗിയായിട്ട് ഇരിക്കുന്ന നോക്കിയാൽ. നമുക്ക് എന്തായാലും ഇവനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. സൂപ്പറല്ലേ? ഇനി നമുക്ക് നമ്മുടെ ഫേസ് മാസ്ക് ഒന്ന് മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് ഫേസ് പാക്ക് ഇടുന്നതിന് മുമ്പായി, ഏത് ഫേസ് പാക്ക് ഇടുന്നതിന് മുമ്പായി മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. അപ്പൊ അത് നന്നായിട്ട് വർക്ക് ആവും. എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഫേസ് മാസ്ക് ഇടുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുഖം ക്ലീൻ ചെയ്യുക. പക്ഷെങ്കിൽ 1-2 കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുഖം ഒന്നുകൂടെ നന്നായിട്ട് ഇരിക്കും. നല്ല ഗ്ലോയിങ് ആയിരിക്കും, നല്ല എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചെറു ചൂടുവെള്ളം എടുക്കുക. എന്റെ കയ്യിലിരിക്കുന്നത് ചെറു ചൂടുവെള്ളമാണ്. ഓക്കെ, നല്ല ചൂടുവെള്ളം എടുത്ത് മുഖം പൊള്ളിക്കില്ല കേട്ടോ. ഇത് ജസ്റ്റ് ചെറു ചൂടുവെള്ളമാണ്. ഇതിലേക്ക് ഞാൻ നമ്മുടെ ടവലിനെ ഒന്ന് മുക്കി കൊടുക്കാം. ടവലോ നിങ്ങൾക്ക് എന്ത് വെള്ളം ഉപയോഗിക്കും കേട്ടോ. ഞാൻ ചെറിയ ടവൽ ഇപ്പോൾ ഉപയോഗിക്കുന്നു. ഇതാ ഈ ചൂടുവെള്ളത്തിൽ നമ്മളൊന്ന് മുക്കിയെടുത്തിട്ട് നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് ഇതിനെ നമുക്കൊന്ന് ഒപ്പിക്കൊടുക്കാം. ഉണ്ടോ? ഇങ്ങനെ നമ്മൾ ചെയ്ത് നമ്മുടെ കഴുത്തും നന്നായിട്ടൊന്ന് ഒപ്പിക്കൊടുക്കുക. ചെറു ചൂടുണ്ട് ഇതിന് കേട്ടോ. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാമോ? നമ്മുടെ പോർസ് ഒക്കെ ഒന്ന് ഓപ്പൺ ആവും. അതുപോലെ തന്നെ എന്നിട്ട് നമ്മൾ ഇത് മുഖത്തേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് നന്നായിട്ട് അങ്ങ് അബ്സോർബ് ആവും. ഇതിന് നല്ലൊരു എഫക്റ്റ് കിട്ടും. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നന്നായിട്ട് ഫേസ് ക്ലീനപ്പുകളൊക്കെ ചെയ്യത്തില്ലേ? ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും പോകുന്നതിന് മുന്നായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക ആവിയൊക്കെ പിടിച്ച് നന്നായിട്ട് ഫേസ് ക്ലീനപ്പ് ചെയ്തിട്ടിരിക്കുന്ന ആ അവസരത്തിൽ ഇവനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും. അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. നമ്മുടെ ഈ മാജിക് ഫേസ് പാക്കിന് ഞാൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് എത്രമാത്രം വർക്ക്ഔട്ട് ആവുമെന്ന്. അതുകൊണ്ട് തന്നെ എൻ്റെ ഫേസിന്റെ ഒരു ഭാഗം ഞാൻ നിങ്ങളെ ചെയ്ത് കാണിക്കാം, മറ്റേ ഭാഗം അതുപോലെ തന്നെ ലീവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ വരുന്ന ആ ഇൻസ്റ്റന്റ് മുഖത്തുണ്ടാകുന്ന ആ ഇൻസ്റ്റന്റ് ആ ഗ്ലോ അല്ലെങ്കിൽ ആ വ്യത്യാസം എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്കത് കാണാം. അതിനുവേണ്ടി അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഒന്നുകിൽ ബ്രഷ് ഉപയോഗിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചോറുണ്ടെന്ന സ്വന്തം കൈ ഉപയോഗിക്കാം. ഒരു കുഴപ്പവും വരത്തില്ല. ഞാൻ എന്തായാലും കൈ തന്നെ ഉപയോഗിക്കാൻ പോവാ. ഇത് നമ്മൾ തേക്കുമ്പോഴേ കണ്ടല്ലോ മുഖം നന്നായിട്ട് അങ്ങ് അബ്സോർബ് ആവുക. നമ്മുടെ മുഖത്തോട്ട് അങ്ങ് നന്നായിട്ട് എന്നാ പറയണ്ടേ, എനിക്കറിയത്തില്ല ആ ഫീൽ എന്താന്ന്. നല്ല നമ്മൾ ക്രീമൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് തേക്കുന്ന ഒരു എഫക്റ്റ് ഇല്ല എന്ന് പറയുന്ന പോലെ ഇതങ്ങ് നന്നായിട്ട് അങ്ങ് അബ്സോർവ് ആവും. നമ്മൾ സർക്കുലർ മോഷനിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് അബ്സോർവ് ആയി പോകും കണ്ടോ. അപ്പൊ എൻ്റെ മുഖത്തിന്റെ ഒരു സൈഡ് ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇത്ര സംഭവം എൻ്റെ ഇനി മിച്ചമില്ല. അപ്പൊ നിങ്ങൾ ഓർക്ക് ഇതെല്ലാം എണ്ണ എടുക്കും. നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് പിന്നീട് ഇത് ഉപയോഗിക്കാം. ഒരു 5 to 7 days വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത് ഉപയോഗിക്കാം. അപ്പൊ നല്ല തണുപ്പായിരിക്കും. സ്കിന്ന് ടൈറ്റൻ ചെയ്യും, ഒന്നുകൂടെ ബ്രൈറ്റൻ അപ്പ് ആവും. ഇൻഫ്ലമേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാറും. എല്ലാം കൊണ്ടും നല്ലതായിരിക്കും. സ്കിന്നിനെ ടൈറ്റൻ ചെയ്ത് നല്ലൊരു ഗ്ലോ, ഒരു യങ്ങർ ലുക്കിങ്ങിലേക്ക് നിങ്ങൾ വരും കേട്ടോ. അപ്പൊ എന്തായാലും ഇതിനെ മുഖം ഉണങ്ങുന്നത് വരെ ഞാൻ ഇത് ലീവ് ചെയ്യാൻ പോവാ. എന്ന് വെച്ചാൽ ഒത്തിരി ഉണങ്ങുന്നതല്ല, കുറച്ചൊന്ന് ടൈറ്റായി ചെറുതായിട്ട് ഉണങ്ങി വരെ നമുക്കൊരു ഫീൽ കിട്ടും. നമ്മുടെ ഫേസ് നല്ല ടൈറ്റൻ ആവുന്നത്. ആ ഒരു അവസ്ഥയിൽ ഞാൻ ഇതിനെ വാഷ് ചെയ്ത് കളയും. എന്തായാലും ഇതൊന്ന് ഉണങ്ങിക്കോട്ടെ. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇതാ ഒരു 2-3 മിനിറ്റ് ആയപ്പോ തന്നെ എന്റെ ക്രീം ഡിസപ്പിയർ ആവാൻ തുടങ്ങി. നിങ്ങൾക്ക് കാണാമോ? ഓക്കെ, എന്റെ മുഖം നന്നായിട്ട് ഡ്രൈ ആയി. നമ്മൾ സാധാരണ പാക്ക് ഇടുന്ന പോലെ നല്ല വെളുത്ത് ഒന്നുകൂടെ ഡ്രൈ ആയി ഇങ്ങനെ മണ്ണ് പോലെ ഇരിക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? അങ്ങനെ കാണത്തില്ല. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു ഇത് നമ്മുടെ മുഖത്തേക്ക് അബ്സോർബ് ആയി പോകുന്നത്. നോക്കിക്കേ, ഇപ്പോഴും എന്റെ മുഖത്ത് ക്രീം ഇരിക്കുകയാണ്. നമ്മൾ തേച്ചത് മുഴുവൻ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് കാണുന്നില്ല, അതുപോലെ എനിക്കും കാണുന്നില്ല. ഇത് നന്നായിട്ട് അബ്സോർബ് ആയി പോയി. നിങ്ങൾ നോട്ടീസ് ചെയ്തോണം. ഞാൻ മിറർ നോക്കിയപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, നന്നായിട്ട് ടൈറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാണേ, സ്കിൻ ടൈറ്റനിങ് അല്ലെങ്കിൽ ലിഫ്റ്റിംഗ് എന്ന് പറഞ്ഞില്ലേ, ഇത് ശരിക്കും മുഖത്തിനെ നന്നായിട്ട് ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സാഗിങ് സ്കിന്നൊക്കെ നന്നായിട്ട് ലിഫ്റ്റ് ചെയ്യുന്നുള്ളൊരു വലിയൊരു കാര്യമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. നിങ്ങൾ ശരിക്കും എൻ്റെ മുഖത്തോട്ട് നോക്കിക്കേ. നമ്മുടെ പപ്പു മണിച്ചിത്രത്താഴി പറയുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞേട്ടാ. എന്നെ ശരിക്കും നോക്കിക്കേ എന്ന് പറയത്തില്ലേ, അതല്ല കേട്ടോ. അപ്പം എൻ്റെ സ്കിന്നിനെ നല്ല സുന്ദരമായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കിപ്പം തോന്നുന്നത് എന്നാണെന്നറിയാമോ, എൻ്റെ ഈ ഹാഫ് പോർഷൻ ഇട്ടിട്ടുള്ളൂ. ഈ ചുണ്ടിന്റെ ഭാഗം നോക്കിക്കേ, ഈ ചുണ്ടിന്റെ ഭാഗം നോക്കിക്കേ, ഈ 2 ചീക്സും തമ്മിൽ, 2 കവിളുകൾ തമ്മിലുള്ള വ്യത്യാസം നോക്കിയേ. ഇതിനെ ഇങ്ങനെ കോടിച്ചിരിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പൊ നോക്കിയേ,
എനിക്ക് അങ്ങനത്തെ ഒരു ഫീലാണ് ഇപ്പം തോന്നുന്നത്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്കിപ്പോൾ അങ്ങനെ ഒരു ഫീലാണ് തോന്നുന്നത്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഇത് വർക്കൗട്ട് ആയെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് ഹാഫ് പോർഷൻ ആദ്യം ചെയ്ത് നോക്കുക. ഇത് എത്രമാത്രം ബെനിഫിറ്റ് ആവുന്നത് ഞാൻ ഈ പറയുന്നത് ശരിയാണെന്ന് അറിയാൻ വേണ്ടിയാണ് പറയുന്നത്. പരീക്ഷിച്ച് നോക്കുക. എന്തായാലും ഞാനിതൊന്ന് വാഷ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാം. അതല്ല എൻ്റെ ജെനുവിൻ ആയിട്ടുള്ള കാര്യം ചെയ്യാൻ പോവാം. ഞാനിത് വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ടും എനിക്ക് നല്ലൊരു ടൈറ്റൻ ഫീൽ തോന്നുന്നുണ്ട് മുഖത്തിന്. ഞാൻ തൂത്ത് കഴിഞ്ഞപ്പോൾ ദേ ഞാൻ ആ തൂത്രത്തോളം അങ്ങോട്ട് കാണുന്നുമില്ല ഇതിനകത്ത്. ഇതാ ഇത്ര അതിനകത്ത് കാണുന്നുള്ളു കണ്ടോ. ഇത് നോക്കിക്കേ, ഞാൻ മുഖം വാഷ് ചെയ്തു, നന്നായിട്ടൊന്ന് ഡ്രൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണ് മാറ്റം തോന്നുന്നത് നിങ്ങൾ തന്നെ പറയുക. ഒരു കൊച്ചു കാര്യമാണ് ഞാൻ ചെയ്തത്, സിമ്പിൾ ആയിട്ടൊരു കാര്യം. എന്താണ് മാറ്റം വന്നത് നിങ്ങൾ അടുത്ത് തന്നെ നോക്കി എൻ്റെ മുഖത്തിന്. കണ്ടോ എന്നെ മാറ്റം നോക്കിയേ. കണ്ടോ ഈ ഭാഗം നോക്കിയേ, എന്നെ മാറ്റാൻ നോക്കിയേ. ഇത് കണ്ടോ ഈ ഭാഗം, ഇവിടെ ഇട്ടതും ഇടാത്തതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നില്ലേ. നോക്കിയ മുഖത്തിന് മാറ്റം നിങ്ങൾ കാണുന്നുണ്ടോ. നെറ്റിയുടെ ഈ ഭാഗം തൊട്ട് ഒന്നും ചെയ്യാത്തതാണ് ഈ ഭാഗം നോക്കിക്കേ, മാറ്റം തോന്നുന്നില്ലേ. നല്ലൊരു വ്യത്യാസം എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എത്രമാത്രം ക്യാമറയിലൂടെ കാണാൻ പറ്റുന്നു എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ ഞാൻ കരുതട്ടെ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലുള്ള നല്ല ഒരു ടിപ്പുമായിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.